പുതിയ ഡേയ്സ് എല്ലാം നമ്മൾ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം വളരെ ഓപ്പണപ്പാണ്. നമ്മൾ പുതിയ ആഘോഷങ്ങളൊക്കെ സ്വീകരിക്കും. ഈ വാലന്റൈൻസ് ഡേക്ക് വന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് കൂടുതലും തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ ജനറേഷനുമാണ് ആഘോഷിക്കുന്നത്. അതിനകത്ത് ഈ പ്രണയം എന്ന് പറയുന്നതിൻ്റെ കൂടെ ആ നാണയത്തിൻ്റെ എതിർവശമാണ് സെക്ഷുവാലിറ്റി. അതിനകത്ത് അതല്ലാണ്ട് ഒരു വളരെ നാച്ചുറലാണ് എതിർ ലിംഗത്തോട് തോന്നുന്ന ഒരു താല്പര്യം, അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേര് തോന്നുന്ന ഒരു താല്പര്യം. അത് ശാരീരികവും മാനസികവും ആകുമ്പോഴാണ് പ്രണയമൊന്നും പ്രേമമൊന്നും ഒക്കെ പറഞ്ഞു പോകുന്നത്. അത് ഇതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഈ സെക്ഷുവാലിറ്റിയെ ഭയക്കുന്ന ജനങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട്. അവിടെ മുതലാണ് ഇതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഈ മാർക്കറ്റിങ്ങിലെ കൂടുതൽ നമ്മുടെ മക്കൾ, നമ്മുടെ പുതിയ ജനറേഷൻ പോകുന്നത് തെറ്റായ വഴിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷുവാലിറ്റി ഭയന്നുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ പുതിയതൊക്കെ സ്വീകരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ എല്ലാം. എനിക്ക് തോന്നുന്നു ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നൊരു സാധനം ആയതുകൊണ്ട് അവിടെ ഇതൊക്കെ അവിഭാജ്യ ഘടകമാണല്ലോ. അപ്പൊ ലോക കാമുകന്മാരെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തപ്പോ ഇവിടുത്തെ കാമുകന്മാരും ആ ലെവലിലേക്ക് മാറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എല്ലാ ജനറേഷനും കാമുകന്മാര് മാത്രമല്ല കാമുകിമാരും വിചാരിക്കും നമ്മൾ ഒരു ഭാഗത്ത് തള്ളിക്കളഞ്ഞു. തുടക്കത്തിലെ ആദ്യം ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യം, പ്രണയത്തിന് നമ്മൾ എതിരല്ല, പക്ഷെ പ്രണയം എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന കാര്യം വേണം നമ്മൾ. ഈ കമേഴ്ഷ്യലൈസേഷൻ ഒരു പ്രശ്നമാണ്. മാം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം നമ്മൾ ഇപ്പോൾ പ്രണയിതാക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ദാറ്റ് ഇസ് വെയർ ആർ കൾച്ചറൽ ഇറോഷൻ എന്ന് പറയാം. അത് അവിടെയാണ് നമ്മൾ പറയാം നമ്മുടെ വാലന്റൈൻസ് ഡേ നമ്മുടെ സമൂഹത്തിന് ചേരുന്നതാണോ, നമ്മുടെ കൾച്ചറിന് ചേരുന്നതാണോ. എനിക്കറിയാം ഇപ്പൊ എല്ലാവരും ഇത് കാണുമ്പോൾ എന്നെ കുലസ്ത്രീ എന്ന് വിളിക്കും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം അങ്ങനെയൊക്കെ ആരും പറയുന്നത്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചിട്ടില്ല. പക്ഷെ അത് ഞാൻ പറയുന്ന ആ ഒരു അതാണ് നമ്മൾ ശരിക്കും കുറച്ചുകൂടെ ബോധവൽക്കരണം നടത്തേണ്ടത്. അടുത്ത സമൂഹമാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹമാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ ജനറേഷൻ ആണെങ്കിലും എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചില പ്രൈവസി ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടത്തെ രീതിയിൽ ഒരു പ്യൂരിറ്റി ഉണ്ട്, ഒരു സാങ്ക്ടിറ്റി ഉണ്ട് ആ പ്രണയത്തിന്. ആ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുക, അതിൽ നിന്നും മറികടക്കുക. നേരത്തെ സാർ പറഞ്ഞു നാളെ കമിതാക്കൾ എല്ലാവരും കൂടെ തെരുവിൽ ഇറങ്ങിയാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചുംബന സമരമാണ്. എന്നുവെച്ചാൽ അവിടെയും എല്ലാം കപ്പിൾസ് ആണ്. പക്ഷെ ഒരു നിയന്ത്രണം വേണ്ടേ? ഇത് എങ്ങനെ ഈ പ്രണയം അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ പാക്കേജ് ചെയ്യുന്നു എന്നതിന് മാത്രമാണ് നിയന്ത്രണം വേണ്ടത്. അല്ലാതെ വാലന്റൈൻസ് ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ കൈമാറേണ്ട ഒരു സന്ദേശമാണത്. അത് വൻകിട ഈ ദിവസങ്ങളിലൊക്കെ വൻകിട ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്ത് വലിയൊരു പാർട്ടിയൊക്കെ സംഘടിപ്പിച്ച് ചെയ്യേണ്ടതാണോ? അത് നമ്മുടെ ഭാവി തലമുറയെ അരാജകത്വത്തിലേക്ക് തള്ളിവിടത്തക്കവണ്ണമാണ് ഇപ്പോഴത്തെ. അങ്ങ് ഭയപ്പെടുന്നു ഈ കാമുകന്മാരും കാമുകിമാരും എങ്ങനെ അരാജകത്വം ഉണ്ടാക്കും എന്ന അഭിഭാഷകൻ ഭയപ്പെടുന്നത്. അതിന് എന്നാ സാധ്യത? ഇത് തെരുവിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു ഇപ്പോൾ. മാഡം പറഞ്ഞതുപോലെ സ്വകാര്യമായി ഗോപ്യമായി നടക്കുന്ന ചില കാര്യങ്ങൾ വഴിയിലോട്ട് വിശ്വസിക്കുന്നില്ല. ഗോപ്യതയുണ്ടോ? അല്ല, അങ്ങനെയുള്ള ചൂഷണം അത് ചൂഷണത്തിലേക്ക് വരെ വഴി വെക്കുന്നുണ്ട്. പിന്നീട് അത് ഈ അരാജകത്വത്തിലേക്ക് നയിക്കുമെന്നാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കേസ് കൂടും. ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയിലാണ്, അതിരുവിട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ മെറൈൻ ഡ്രൈവിലോട്ട് പോയാൽ കാണാം അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന്. നമ്മുടെ നാട്ടില് പ്രോപ്പർ ആയിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ അപ്പുറത്തെ എന്താ പറയുക വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് കാമുകന്മാർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ആ കൾച്ചർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞു. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രോപ്പർ ആയിട്ട് ഒരു അവയർനെസ് ഉണ്ട്. എന്താ ഇതില്ല, നമുക്കതില്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരാണ് പെണ്ണ് അടുത്തിരുന്ന അവരെ പറ്റി പലതും പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അതൊക്കെ ആരെ തുടങ്ങുന്നത് വെച്ചാൽ ഈ പ്രായമുള്ള ആൾക്കാരാണ് പൊതുവെ പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങളെ അപ്പൊ ആ കണ്ണോണ്ട് എല്ലാം കണ്ടാല് അതിലേ കാണാൻ പറ്റും. പിന്നെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ കൺസെൻഷ്വൽ ആയിട്ട് അവര് സെക്ഷ്വൽ ഇതിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൈവസിയും അവരുടെ ഇതിലും അവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അതിൽ നമുക്ക് പറയാൻ യാതൊരു അധികാരമില്ല. പ്രായപൂർത്തികളായ പല കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും അത് മാത്രമല്ല, അത് വിദേശത്തുനിന്ന് ഈ വെസ്റ്റേൺ കൺട്രീസ് നിന്ന് വന്നാണെങ്കിൽ പോലും അതിനകത്ത് പറയാനുള്ളത് നമ്മള് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ മദ്യപാനത്തിന്റെ ഒരു കേസ് എടുത്താൽ പോലും അവർ ഒറ്റയടിക്ക് വലിച്ചങ്ങ് കുടിക്കില്ല. വളരെ സിപ്പായിട്ടാണ് അവർ അതല്ല ആ വെസ്റ്റേൺ കൺട്രിയിൽ എന്ത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ കേസായാൽ പോലും ഒറ്റയടിക്ക് നാട്ടുകാരെ മൊത്തം അത് വെറുപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.